ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി നമ്മുടെ വത്സല മേഡത്തിനെ വിളിച്ചറിയിക്കുകയാട്ടോ ചെയ്യുന്നത്. കൺമണി തന്നെ ഉപദ്രവിച്ചു എന്ന് പറയാനായിട്ട്. അങ്ങനെ മേഡം അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്നെ ഇവർ തല്ലി ചതച്ചു എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളോട് ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇവർ എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. അല്ല, ഇത് ശരിയാണോ മേഡം എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, കൺമണി ഇവളെ ഉപദ്രവിക്കുന്നത് അച്ഛനോ അല്ലെങ്കിൽ ഗോകുലോ കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേനും അവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, ഇവൾ വെറുതെ പറയുന്നതാണ്. അയ്യോ പച്ചക്കള്ളം, നിങ്ങൾ കണ്ടില്ലേ എന്നെ തല്ലി ചതയ്ക്കുന്നത്? നല്ല ആൾക്കാരാട്ടോ നിങ്ങളെല്ലാവരും എന്നും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തിനാ കൺമണി ധനലക്ഷ്മിയെ അടിച്ചതെന്ന് പറയുന്നു. അവളാണ് എന്നെ ആദ്യം അടിച്ചത്, പിന്നെ എങ്ങനെയാണ് അവർ തിരിച്ചടിക്കാതിരിക്കുക എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും പിന്നെന്താണ്, പരാതി ഇങ്ങോട്ട് എഴുതിയതാ, ഈ ധനലക്ഷ്മിയെ നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നു. മേഡം ഞാനല്ലേ നിങ്ങളെ വിളിച്ചത്, ഇപ്പം എന്നെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോ? കൺമണിയെ നിങ്ങളാണ് ആദ്യം ഉപദ്രവിച്ചത്, അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലത്, ഇനി ഈ കേസായിട്ട് അങ്ങോട്ട് വന്നു പോരുതെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. പക്ഷെ കൺമണിക്കും അതുപോലെ തന്നെ അച്ഛനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞതോടുകൂടി തന്നെ ധനലക്ഷ്മിക്ക് ഒന്നുകൂടി ദേഷ്യം വരാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ധനലക്ഷ്മി അനിരുദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ. സർ, ഞാൻ ധനലക്ഷ്മിയാണ്, ആ വരുണിൻ്റെ എനിക്ക് മനസ്സിലായി. ധനലക്ഷ്മി എന്താണ് കാര്യം? എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് സാറിന് ഞാൻ പരാതി തന്നതല്ലേ, ഇപ്പം എന്തായി? ആ വത്സല മേഡം വന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ തിരിച്ചു പോയി. അവർ ആ ഒരു കണ്ടമ്പേൻ്റെ ആളാണല്ലോ, പിന്നെ എങ്ങനെയാണ് സാറല്ലേ വരേണ്ടത്? എൻ്റെ പൊന്ന് ധനലക്ഷ്മി, ഞാൻ ഒഴിച്ചിലാണെന്ന് പറയുന്നു. സാറത്തെ ഒഴിച്ചിൽ? കൃഷി തല്ലിയതിൻ്റെയാണല്ലേ എന്ന് പറയുന്നു. ഓവറായിട്ട് ഇങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ധനലക്ഷ്മി, ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി. തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയല്ലേ എനിക്ക് പണി. വരുണിനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും എന്നെ ഇടപെടുത്താൻ നിൽക്കരുത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, എന്നെ ഭരിക്കാനായിട്ട് നിൽക്കണ്ട എന്ന രീതിയിലൊക്കെ അനിരുദ്ധൻ പറയുന്നുണ്ട്. വെറുതെ പറഞ്ഞതൊന്നും അല്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞത്. ഇപ്പം ധനലക്ഷ്മി എന്ന പേര് മാത്രമേ ഉള്ളൂ സർ, വേറൊന്നുമില്ല. ഈ വീട് പോലും വരുണിൻ്റെ ആണെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യ്, കൺമണിയെ നിനക്ക് അവിടെ നിന്ന് പുറത്തിറക്കാൻ എനിക്ക് സാധിക്കില്ലേ? അവിടുന്ന് അവളെ അടിച്ചിറക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അതെങ്ങനെ സർ സാധിക്കുന്നത്? വരുണിൻ്റെ പേരിലല്ലേ വീട്. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തിറക്കണം, അവൾ അവിടെ നിൽക്കണ്ട, നിങ്ങൾക്കതിന് അധികാരമുണ്ടെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം സർ എന്ന് പറയുന്നു. അങ്ങനെ കൺമണി അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ധനലക്ഷ്മി അങ്ങോട്ട് പോകുന്നു. എടി, നീ വിചാരിച്ചോ നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത്? കണ്ടോ, ഈ വരുൺ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടോ. വരുൺ തൻ്റെ വീട്ടിലിവിടെ നിൽക്കരുത് എന്നാണ് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ കൺമണിയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാനായിട്ട് പറയുന്നു. അത് ധനലക്ഷ്മി പറഞ്ഞാൽ കൺമണി അതുപോലെ ചെയ്യണമെന്നൊക്കെയാണ് വരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിടാൻ പോവുകയാണ്, ഇതിപ്പോൾ നിൻ്റെ സ്വന്തമൊന്നുമല്ല, അത് വരോടിൻ്റെയാണെന്ന് പറഞ്ഞ് ധനലക്ഷ്മി കൺമണിയെ പുറത്തിറക്കാനായിട്ട് നോക്കുന്നുണ്ടോ. അപ്പോഴത്തേന് കൺമണിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ പുറത്തിറക്കി ബാഗൊക്കെ വലിച്ചെറിയുന്നു. അപ്പോഴത്തേനും അച്ഛനും ഗോകുലും എന്താ ധനലക്ഷ്മി കാണിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ എന്താ കാണിക്കേണ്ടത്, ഇനി ഇവളിവിടെ നിൽക്കണ്ട, ഇത് എൻ്റെയും കൂടി വീടാണിപ്പോൾ, വരുണിൻ്റെ പേരിലുള്ള വീട് എനിക്കിപ്പോൾ സ്വന്തമാണ്, പക്ഷേ ഇവൾക്കല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇവിടെ അവകാശമില്ല, നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിൽക്കേണ്ട ഒരാൾക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ പോവേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ നല്ലത്. വരുൺ പറഞ്ഞു എന്നോട് ഇവൾ ഇറക്കി വിടാൻ, ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവൾ നിൽക്കേണ്ട. വരുണിൻ്റെ കാശ് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൺമണിയെ ഇറക്കി വിടും. അപ്പോൾ തന്നെ ധനലക്ഷ്മിയോട് കൺമണി പറയുന്നുണ്ട്, എന്നെ ഇറക്കി വിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ഇതിനെ അനുഭവിക്കേണ്ടി വരും. വരുണിൻ്റെ ഈ പുറകിലുള്ള പോക്കുണ്ടല്ലോ, അത് മിക്കവാറും നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് എന്നെ തല്ലാൻ ധൈര്യമുണ്ടോ? എൻ്റെ കണ്ണിൽ നോക്കി പറയാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണി കണ്ണിൽ നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ധനലക്ഷ്മിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോഴത്തേനും ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോഴത്തേനും പിന്നെ പറയുന്നുണ്ട്, മോളെ എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നു. ഞാൻ പോയിട്ട് വരാം അച്ഛ, എന്നാമത് ഏട്ടത്തിയല്ല എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നത്, ഞാൻ സ്വയം ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ്, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ ഗോകുലിനോട് പറയുന്നുണ്ട്, ഗോകുലെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിർത്തിയിട്ട് തന്നെ ഞാൻ പോകുന്നത്, അച്ഛനെ ശ്രദ്ധിച്ചോണേ, അച്ഛന് ഒരു കുഴപ്പമില്ലാതെ നോക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ അർഹതയില്ല. പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോണം, എന്തെങ്കിലും ഒരു ദിവസം വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ആധാരം അച്ഛന് ഞാൻ തിരിച്ചെടുത്ത് തരും. അത് ഈ കൺമണി മോള് തരുന്ന വാക്കാണ്, അച്ഛൻ വിഷമിക്കേണ്ട, അതുവരെ അച്ഛൻ എങ്ങനെയെങ്കിലും നിൽക്കുന്നേ പറ്റുള്ളൂ. പിന്നെ ഏട്ടത്തി മനസ്സിലാക്കിക്കോ, എൻ്റെ അച്ഛനിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ
ഏട്ടത്തിയെ ഞാൻ ശരിയാക്കും, പച്ചയ്ക്ക് കൊളുത്തും. കൺമണിയെ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് എന്താ ലക്ഷ്മിയോട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി ഞാൻ പോയിട്ട് വരാം അച്ഛാ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. പോയിട്ട് വരട്ടെ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തിയോടും പറഞ്ഞിട്ട് അങ്ങനെ യാത്ര തിരിക്കുന്നു കേട്ടോ. പിന്നീട് അച്ഛനും ഗോകുലിനും നല്ല സങ്കടമാവുന്നുണ്ട്. അവരവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. അങ്ങനെ കൺമണിയാണെങ്കിലോ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യുന്നത്. വിഘ്നേശ്വര, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം കൊണ്ടും മടുത്തു. കൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടവളെ പോലെയായി. പക്ഷെ ആരെന്നെ ഇറക്കി വിട്ടാലും നീ ഉണ്ടാവും എൻ്റെ കൂടെ എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ നിൻ്റെ മുന്നിൽ തന്നെ വന്നിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു അറിവുമില്ല എന്ന് പറയുന്നു. ഇനി എൻ്റെ കയ്യിൽ ഒരു തൊഴിലുണ്ട്, നടക്കാൻ എൻ്റെ കാലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് നോക്കാൻ ആരുടെയും ആശ്രയം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോഴത്തന്നെയാണ് ദേവദൂതനെ പോലെ തന്നെ ആ വിഘ്നേശ്വരൻ്റെ മുന്നിൽ നിന്ന് ഒരു നമ്പൂതിരിക്കുട്ടി വരിക കേട്ടോ ചെയ്യുന്നത്. കൺമണി ചേച്ചി എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണി ചോദിക്കുന്നുണ്ട്, ആരാ മനസ്സിലായില്ലല്ലോ? ഇവിടുത്തെ തിരുമേനി എൻ്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ കുറച്ച് ദിവസമായിട്ട് ഇനി ലീവിലാണ്. എന്നോടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം ശാന്തിക്ക് ഞാനായിരിക്കും ചേച്ചി ഉണ്ടാവുക. അതെയോ, മോനെ എന്നെ എങ്ങനെ നിനക്ക് അറിയാം എന്ന് ചോദിക്കുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതിൽ ഒരു കൺമണി അറിഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ സുന്ദരിയായ ഒരു കുട്ടിയാണ്, പാവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി കേട്ടോ. എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയുടെ ഈ സങ്കടങ്ങളൊക്കെ ഈ ഭഗവാൻ മാറ്റിത്തരും. ആർക്കാ ചേച്ചി സങ്കടമില്ലാത്തത്? ഭഗവാന്മാർക്കും കൂടി സങ്കടം ഉണ്ടായിട്ടുണ്ടല്ലോ, അവരൊക്കെ തരണം ചെയ്തില്ലേ? അതുപോലെ പിന്നെയാണോ മനുഷ്യരുടെ കാര്യങ്ങൾ? അതൊന്നും ചേച്ചി വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ, ചേച്ചി രക്ഷപ്പെടുമെന്ന് പറയുന്നു. ചിലപ്പോൾ ഇപ്പോൾ വരുന്ന കോള് ചേച്ചിക്ക് അനുകൂലമായിട്ടായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഫോൺ ചെയ്യാട്ടോ ഗൂഗിൾ. എന്നിട്ട് അപ്പ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മോനെ നീ വിഷമിക്കേണ്ട, അപ്പയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. പിന്നെ ഇപ്പോൾ ഞാൻ അമ്പലത്തിലാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ദേവ്ജിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറയുന്നു. പിന്നെ അച്ഛൻ്റെ കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. അമ്മയുടെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. മാത്രമല്ല അമ്മായിമാരെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത് അച്ഛൻ്റെ കാര്യത്തിൽ. അവരാണെങ്കിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ഞാൻ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അപ്പം ഒന്ന് വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ നല്ല രീതിക്ക് നടക്കുമെന്ന് പറയുന്നു. എന്നാൽ ശരി, അങ്ങനെ ചെയ്യാം. അങ്ങനെ അപ്പച്ചിമാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൺമണി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആ കൺമണി, മോളെ നീ എന്തിനാണ് പോയത്? ഞാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. നിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ടാകും കൂടെ, മോള് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു കേട്ടോ. ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ എന്തായാലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് തന്നെ വരാം. മാത്രമല്ല അച്ഛൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയുന്നുണ്ട്. ശ്രീനേട്ടൻ്റെ കാര്യം ഞങ്ങളായിട്ടു, മോള് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും കൺമണിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അമ്മായിമാർ. അതിനുശേഷം തന്നെ എന്തായാലും നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വന്നു, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇല്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആ നമ്പൂതിരിക്കുട്ടി ആ ഒരു ലഡു വന്ന് കൊടുക്കട്ടോ, ചേച്ചി ഈ ലഡു കഴിച്ചു എന്ന് പറയുന്നു. നിനക്ക് ലഡു എവിടുന്ന മോനെ കിട്ടിയിരിക്കുന്നത്? ഇത് നല്ല നെയ്യിലിട്ടുണ്ടാക്കിയിട്ടുള്ള ലഡുവാണ്, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, കഴിച്ചോളൂ എന്ന് പറയുന്നു. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാ, ചേച്ചിക്ക് ഇരിക്കട്ടെ ഒന്നെന്ന് പറയുന്നു. അങ്ങനെ ആ ലഡു കൊടുക്കാട്ടോ ചെയ്യുന്നത്. വളരെ ആസ്വദിച്ച് തന്നെ കൺമണി അത് കഴിക്കുന്നുണ്ട്. ഭഗവാന്റെ ഒരു അവതാരം പോലെയാണ് കേട്ടോ ആ കുട്ടിയെ കാണുന്നത്. എന്തായാലും കൺമണിയെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. ആര് കൈവിട്ടാലും ഭഗവാൻ കൺമണിയെ കൈവിടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാട്ടോ. അങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ തന്നെ ആ കുട്ടി വരുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നല്ലൊരു പ്രൊമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.